ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിലാണ് നിർത്തിയത്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, അവിടെ ആയിരുന്നു നമ്മൾ നിർത്തിയിരുന്നത്. അതിൽ ഡൗട്ടൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇതെല്ലാം നമ്മൾ S3 പഠിച്ചത് തന്നെയാണ്. നമ്മൾ ISO OSI മോഡൽ പഠിച്ചായിരുന്നു, 7 ലെയർ പഠിച്ചായിരുന്നു. അതിൽ ISO എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ അല്ല, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ്. അവർ ആ ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ച ചില പ്രോട്ടോക്കോളുകളുണ്ട്. അതായത് 2 ഡിവൈസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ പാലിക്കണം, ഇന്ന ലെയേഴ്സ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞൊരു തിയറട്ടിക്കൽ മോഡൽ മുമ്പോട്ട് വെച്ചു. ഇത് പ്രാക്ടിക്കലി അങ്ങനെ ചെയ്തിട്ടില്ല. 7 ലെയർ ഉണ്ട്. 7 ലെയർ എന്ന് എസെൻഷ്യലി നമ്മൾ ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 7 ലെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാറില്ല. ഇത് ISO OSI മോഡൽ എന്നാണ് പറയുന്നത്. OSIയുടെ ഫുൾ ഫോം ഓപ്പൺ സിസ്റ്റംസ് ഇൻ്റർകണക്റ്റ് ആണ്. ഇതൊക്കെ PSCക്ക് സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ISOയുടെ ഫുൾ ഫോം, OSIയുടെ ഫുൾ ഫോം, ഇതൊക്കെ PSCക്ക് സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. OSI എന്ന് പറഞ്ഞാൽ ഓപ്പൺ സിസ്റ്റംസ് ഇൻ്റർകണക്റ്റ്. ഓപ്പൺ സിസ്റ്റം സാധാരണഗതിയിലുള്ള ഏത് സിസ്റ്റത്തിനെയും തമ്മിൽ ഇൻ്റർകണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ISO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്ത ചില നിയമങ്ങളാണ് ISO OSI മോഡൽ എന്ന് പറയുന്നത്. The open system is a set of protocol that allows any two different systems to communicate regardless of their underlying architecture. അണ്ടർലൈയിങ് ആർക്കിടെക്ചറുമായി ബന്ധമില്ലാതെ അതിൻ്റെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മൾ അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഇപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പിൽ നിന്നായിരിക്കും ആക്സസ് ചെയ്യുന്നത്, നിങ്ങൾ മൊബൈലിൽ നിന്നായിരിക്കും ഇത് കാണുന്നത്, ഞാൻ ഇവിടുന്ന് ലാപ്ടോപ്പിൽ നിന്നായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അങ്ങനത്തെ ഹാർഡ്വെയറിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കാനായിട്ട് ISO OSI മോഡലിന് സാധിക്കും. പക്ഷേ ഇതിൽ 7 ലെയർ ഉള്ളതുകൊണ്ട് അത്രയും ലെയറൊന്നും ആൾക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്യാറില്ല, പ്രാക്ടിക്കലി അത്രയ്ക്ക് യൂസ് ചെയ്യാറില്ല. ദ OSI മോഡൽ ഈസ് എ ലെയർഡ് ഫ്രെയിംവർക്ക് for the design of network systems that allows communication between all types of computers and systems. എല്ലാ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടറുകളെയും തമ്മിൽ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 7 സെപ്പറേറ്റ് ബട്ട് റിലേറ്റഡ് ലെയേഴ്സ്. 7 സെപ്പറേറ്റ് ലെയർ ഉണ്ട്, പക്ഷേ 7 ലെയറുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട്. ഈച്ച് ഓഫ് വിച്ച് ഡിഫൈൻസ് എ പാർട്ട് ഓഫ് ദ പ്രോസസ് ഓഫ് മൂവിങ് ഇൻഫർമേഷൻ അക്രോസ് ദ നെറ്റ്വർക്ക്. ഓരോന്നിനും ഓരോ പാർട്ട് ചെയ്യാനുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം S3 പഠിപ്പിച്ചതാണ്. നമ്മുടെ ഓഫീസിൽ നിന്ന്, അതായത് പ്രിൻസിപ്പാൾ ഇവിടുന്ന് ഒരു ലെറ്റർ പെരുമ്പാവൂർ പോളിയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അത് ഓരോരുത്തരും ചെയ്യുന്ന ആ വർക്കിനെ നമുക്ക് ISO OSI മോഡലിൻ്റെ ഓരോ ലെയറുമായിട്ട് മാപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ മാപ്പ് ചെയ്ത് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പറയുന്നത്. ഓരോരുത്തരും ഇപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, ടൈപ്പിസ്റ്റ് അത് ടൈപ്പ് ചെയ്ത് ലെറ്ററിലാക്കുന്നുണ്ടാവും, ക്ലർക്ക് അത് എൻവലപ്പിലാക്കുന്നുണ്ടാവും, എൻവലപ്പിൽ സ്റ്റാമ്പ് ഒട്ടിക്കുന്നുണ്ടാവും, വേറൊരാൾ അതിൽ അഡ്രസ്സ് എഴുതുന്നുണ്ടാവും, വേറൊരാൾ അതുകൊണ്ട് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുന്നുണ്ടാവും. പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അത് അടുത്ത തിരുവനന്തപുരത്ത് അല്ല പെരുമ്പാവൂർക്കാണെങ്കിൽ പെരുമ്പാവൂരുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. അവിടെ അഡ്രസ്സ് ഇത് വീണ്ടും വായിച്ച് ഓരോരുത്തരും അഡ്രസ്സ് വായിച്ച് പെരുമ്പാവൂർ പോളിയിൽ കൊണ്ട് കൊടുത്ത് പോളിയിൽ അത് ക്ലർക്ക് പൊട്ടിച്ച് നോക്കി വീണ്ടും അത് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് എത്തുന്നിടം വരെ ഓരോ ലെയറും ഓരോ പണി ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ 7 ലെയറുകൾ, അങ്ങനത്തെ ഓരോ വർക്കിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്താൽ 7 ടൈപ്പ് കാറ്റഗറിയാണ് ISO OSI ലെയറിലുള്ളത്. ISO OSI ലെയറിൻ്റെ പേരുകൾ ഓർത്തിരിക്കുക, മറന്നുപോകല്. പലരും മറന്നു പോയിട്ടുണ്ട്. 7 ലെയറുണ്ട്. ഇത് തിയറട്ടിക്കൽ മോഡലാണെങ്കിൽ പോലും ഏറ്റവും കോമൺ ആയിട്ട് തിയറട്ടിക്കൽ മോഡൽ എന്നുള്ള പേരിൽ തന്നെയുണ്ട്. അപ്പോൾ തിയറി ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതിൽ നിന്നായിരിക്കും. ISO OSI മോഡലിൻ്റെ 7 ലെയർ ഏതെന്നാണെന്നാണ്. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഇത് ഓർത്തിരിക്കാനുള്ള കോഡ് പ്ലീസ് ഡു നോട്ട് ടെൽ സീക്രട്ട് പാസ്വേഡ് എനിവൺ. പ്ലീസ് ഡു നോട്ട് ടെൽ സീക്രട്ട് പാസ്വേഡ് എനിവൺ എന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ ഓരോന്നിൻ്റെ ആദ്യത്തെ അക്ഷരമാണ്. ഇതിനകത്തൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് പ്ലീസ് എന്നുള്ളതിൻ്റെ P ആദ്യം ഫിസിക്കൽ വരും,
അതുപോലെ തന്നെ പാസ്വേഡ് എന്നുള്ളതിൻ്റെ ലാസ്റ്റ് പാസ്വേഡ് എനിവൺ എന്നുള്ളതിൽ പാസ്വേഡ് പ്രീ വരും. അപ്പോൾ പിയിൽ 2 ഉണ്ട്. അതിൽ ഓർത്തിരിക്കുക, ഏറ്റവും താഴത്തേത് ഫിസിക്കൽ ലെയറാണ്. ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വയറിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയമാണ് ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ഡാറ്റ ലിങ്ക് ലെയർ ഉണ്ടാവും, നെറ്റ്വർക്ക് ലെയർ. ഓരോ ലെയർ മുകളിലോട്ട് വരുമ്പോഴും അഡീഷണൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ഫിസിക്കൽ ലെയറിൽ 0ഉം 1ഉം ആയിട്ട് ട്രാൻസ്മിഷൻ ആയിരിക്കും നടക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് ഓരോ ലെയറിലും കോംപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന, അതായത് നമ്മുടെ ഇപ്പം മൊബൈലിലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഫേസ്ബുക്കിൻ്റെ ആപ്പ്, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിൻ്റെ ആപ്പ്, അല്ലെങ്കിൽ സൂമിൻ്റെ ആപ്പ്, ഇതെല്ലാം ആപ്ലിക്കേഷനാണ്. അതിൽ നിന്ന് ഡാറ്റ എടുത്ത് ആക്ച്വലി 0ഉം 1ഉമായിട്ട് നിങ്ങളുടെ മൊബൈൽ ടവർ വഴി ട്രാൻസ്ഫർ നടത്തുന്ന പരിപാടി ചെയ്യുന്നതാണ് ഫിസിക്കൽ ലെയർ. അപ്പം നിങ്ങളുടെ വീഡിയോ കൺവേർട്ട് ചെയ്ത് അതിനെ 0ഉം 1ഉം ആക്കി ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയാണ് ഓരോ ലെയറിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് S3 പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. 7 ലെയർ ഉണ്ട്, എഴുതിയെടുക്കുക. ഇതിൽ ഓരോ ലെയറിലും ഓരോ പ്രോട്ടോക്കോളുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഏറ്റവും മുകളിൽ ആപ്ലിക്കേഷൻ ലെയർ ഉണ്ട്. ആപ്ലിക്കേഷൻ ലെയറിൽ 2 രീതിയിലുണ്ടാവും. എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെയറിന് മാത്രമായിട്ട് ചില പ്രോട്ടോക്കോളുകളൊക്കെ കാണും. അതിന് എക്സാമ്പിളാണ് HTTP, HTTPS എന്നൊക്കെ പറയുന്ന പ്രോട്ടോക്കോൾ ആപ്ലിക്കേഷൻ ലെയറിലാണ്. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡോസിൻ്റെ ബ്രൗസർ, നമ്മുടെ വിൻഡോസിൽ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലെ മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ നമ്മളെ വെബ് പേജ് കാണിക്കുക എന്നുള്ള പരിപാടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. അതിൽ കാണും HTTPS എന്ന് മേളിൽ കാണും. വെബ് പ്രോഗ്രാമിംഗ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ HTTPS ഒക്കെ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളാണ്. പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ അതിനെ എൻകോഡ് ചെയ്യുന്ന അവിടുത്തെ പ്രോട്ടോക്കോളുകളൊക്കെ ഉണ്ട്. ഇത് ഇങ്ങനെ നെറ്റ്വർക്ക് ലെയർ ഉണ്ടാവും. ഈ താഴത്തെ 3 ലെയറിനും ഇടയ്ക്കിടയ്ക്ക് പിന്നെയും അതുപോലെ കാണും. ഇതിന് സബ് നെറ്റ്വർക്ക് മാസ്ക് എന്ന് പറയും. സബ് നെറ്റ്വർക്ക് മാസ്ക് ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതായിരിക്കും ആദ്യത്തെ കമ്പ്യൂട്ടർ, ഇതായിരിക്കും രണ്ടാമത്തെ കമ്പ്യൂട്ടർ. ഇത് ഇന്ത്യയിലുള്ള ഒരു കമ്പ്യൂട്ടറും ഇത് അമേരിക്കയിലുള്ള ഒരു കമ്പ്യൂട്ടറും ആണെന്ന് വിചാരിക്കുക. ഇതിനിടയ്ക്കൂടെ ഇത് പല സ്ഥലത്തൂടെയും പോകുന്നുണ്ടാവും. പല സ്ഥലത്തൂടെ പോകുമ്പോഴും കയറി ഇറങ്ങി പോകുമ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് വായിക്കാനുള്ള കാര്യങ്ങൾ, ഇപ്പം എൻവലപ്പിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ എൻവലപ്പിൻ്റെ അഡ്രസ്സ് വായിക്കുക, അത് അടുത്ത സ്ഥലത്തേക്ക് റൂട്ട് ചെയ്യുക, അത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അല്ലാതെ അതിനകത്ത് എഴുതിയേക്കുന്ന ഡീറ്റെയിൽസിലേക്ക് ഇടയ്ക്കുള്ള പോസ്റ്റ് ഓഫീസുകൾക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് 3 ലെയർ വീതം മാത്രം കാണിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ട്രാൻസ്മിഷൻ, ഇടയ്ക്ക് ആവശ്യമുള്ള അഡ്രസ്സ് വായിച്ച് നോക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമുള്ള ലെയറുകൾ മാത്രം ഇടയ്ക്കുള്ളൂ. അതായത് ഇപ്പം നമ്മുടെ ലെറ്ററിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് അടുത്ത പോസ്റ്റ് ഓഫീസിലേക്ക് പോകുമ്പോൾ ഓരോ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോഴും ലെറ്റർ പൊട്ടിച്ച് അകത്തുള്ളത് വായിച്ച് നോക്കേണ്ട കാര്യമില്ല. നോക്കേണ്ട കാര്യം എന്താണ്, ഇതിനകത്ത് ഇത് പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. അതായത് ലെറ്ററിൻ്റെ കവർ പൊട്ടിപ്പോയിട്ടുണ്ടോ, അതിനകത്ത് കണ്ടൻ്റൊക്കെ ഉണ്ടല്ലോ എന്ന് നോക്കുക. സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ അടുത്ത അഡ്രസ്സ് എവിടെയാണോ ആ അഡ്രസ്സിനനുസരിച്ച് അടുത്ത പോസ്റ്റ് ഓഫീസിലേക്ക് വിടുക. അടുത്ത പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോഴും അവർക്കും സെയിം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഈ പറഞ്ഞ പോലെ ഇതിന് വല്ല കേടുപാടുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഉണ്ടെങ്കിൽ സ്റ്റാമ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ ഇടയ്ക്കുള്ള ലെയറുകളൊന്നും ഈ ലെറ്റർ വായിക്കാനും അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇടയ്ക്കുള്ള, അതായത് നെറ്റ്വർക്കിലെ നമ്മുടെ റൗട്ടറുകൾ അല്ലെങ്കിൽ സ്വിച്ചുകളൊക്കെ എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഇടയ്ക്കിടയ്ക്കുള്ള ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സബ്നെറ്റ് മാസ്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സബ് നെറ്റ്വർക്കാണ്. ആ സബ് നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട, പക്ഷേ അഡ്രസ്സ് വായിച്ച് പാക്കറ്റ് അടുത്തതിലേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോൾ 7 ലെയറിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് S3 പഠിച്ചതാണ്. ഒരു ഓവർവ്യൂ ആയിട്ട് പറയാം. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ യൂസർക്ക് ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ലെയർ. ടു അലൗ ആക്സസ് ടു ദ നെറ്റ്വർക്ക് റിസോഴ്സസ്. നമ്മുടെ ഞാനീ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മുടെ ബ്രൗസറാണെങ്കിൽ, അതായത് ഫയർഫോക്സ്, ക്രോം എന്നൊക്കെ പറയുന്ന ബ്രൗസേഴ്സ് നമ്മളെ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സഹായിക്കും. അതൊക്കെ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ താഴെ പ്രസൻറ്റേഷൻ ലെയർ വരും. പ്രസൻറ്റേഷൻ ലെയർ ചെയ്യുന്നത് അതിനെ എൻക്രിപ്റ്റ് ചെയ്യുക, കംപ്രസ് ചെയ്യുക. അതായത് സിപ്പ് ചെയ്തൊക്കെ അയക്കില്ലേ, സിപ്പ് ചെയ്ത് അയക്കുക, കംപ്രസ് ചെയ്ത് അയക്കുക. നിങ്ങൾ ടിപ്പിക്കൽ എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ നല്ലൊരു ഫോട്ടോ നിങ്ങളുടെ ഫോണിലെടുത്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞ് അത് വാട്സാപ്പ് വഴി വേറൊരാൾക്ക് അയച്ചു കൊടുക്കുക.
ആ അയക്കുന്ന റിസീവ് ചെയ്യുന്ന ആളുടെ അടുത്ത് അതിൻ്റെ സൈസ് നോക്കുക. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ അയച്ച സൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ച്വലി എടുത്ത ഫോട്ടോയുടെ സൈസ് റിസീവ് ചെയ്യുന്ന ആൾക്ക് ആ ഫോട്ടോയ്ക്ക് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്സാപ്പ് അവിടെ ഒരു കംപ്രഷൻ നടത്തുന്നുണ്ട്. ആ കംപ്രഷൻ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ അറിയുന്നത് ഫോട്ടോ അയക്കാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻറ്റേർണലി വാട്സാപ്പ് എന്ത് ചെയ്യും, ഡാറ്റ കംപ്രസ് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും ഫോട്ടോയുടെ സൈസ് കുറഞ്ഞു പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വളരെ അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ഫോട്ടോയൊക്കെ എടുക്കും, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത്രയും ക്ലാരിറ്റി കാണത്തില്ല. അങ്ങനെ ആരും ശ്രദ്ധിച്ചിട്ടില്ലേ? ആര് ഫോട്ടോയൊക്കെ അയക്കുന്നില്ല. ഞങ്ങൾക്ക് അതിനൊന്നും സമയമില്ല, പഠിക്കാനാണ് സാറേ സമയം. അപ്പോൾ അടുത്തത് സെഷൻസ് ലെയർ. അതിൻ്റെ താഴെ വരുന്നതാണ് സെഷൻസ് ലെയർ. സെഷൻസ് ലെയർ ടിപ്പിക്കലി പറഞ്ഞാൽ സെഷൻസ് ലെയർ ചെയ്യുന്ന പരിപാടി നിങ്ങൾ ഓൾറെഡി വെബ് പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ളതാണ്. സെഷൻ ചെയ്തിട്ടില്ലേ? സെഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. സെഷൻ ചെയ്യുന്ന എന്താണ്, 2 സെഷൻ, അതായത് വാട്സാപ്പിൽ കൂടെ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ നടന്നു, നമ്മൾ വെബ്സൈറ്റിൽ കൂടെ ലോഗിൻ ചെയ്തപ്പോൾ ഒരു റിക്വസ്റ്റ് സെർവറിലേക്ക് പോയി, രണ്ടാമത് അടുത്ത പേജിൽ കൊടുക്കുമ്പോഴും രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ പോയി. അപ്പോൾ ആദ്യത്തെ കമ്മ്യൂണിക്കേഷനും രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷനും തമ്മിലൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സെഷൻ എന്ന് പറയുന്ന വെബ് പ്രോഗ്രാമിങ്ങിൽ സെഷൻ കൊണ്ട് ചെയ്തത്. അതാണ്, അത് തന്നെയാണ് സെഷൻസ് ലെയറും ചെയ്യുന്നത്. അത് തന്നെയാണ്. അതായത് പല കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. ആ പല കമ്മ്യൂണിക്കേഷൻസിൽ ഒരു സെയിം സെഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതായത് ഇതും അതും തമ്മിലൊരു ബന്ധമുണ്ടെന്നുള്ള ആ ബന്ധം നിലനിർത്തുന്നത് സെഷൻസ് ലെയറാണ് ചെയ്യുന്നത്. അതിൻ്റെ താഴത്തെ ലെയർ ട്രാൻസ്പോർട്ട് ലെയറാണ്. ഇത് നമ്മൾ ഓർഡർ പഠിക്കുമ്പോൾ എപ്പോഴും ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, അങ്ങനെ താഴെ നിന്നും മേളിലോട്ടാണ് ഓർഡർ പഠിക്കുന്നത്. പക്ഷേ സാധാരണ ടെക്സ്റ്റ് ബുക്കുകളും ആ രീതിയിൽ തന്നെ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫിസിക്കൽ ലെയർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, അത് കഴിഞ്ഞ് ഡാറ്റ ലിങ്ക് ലെയർ എക്സ്പ്ലെയിൻ ചെയ്യും, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും പോകുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ഈ ആപ്ലിക്കേഷൻ ലെയർ തൊട്ട് താഴോട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം എനിക്ക് മനസ്സിലാക്കാൻ അതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഫിസിക്കൽ ലെയർ തൊട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അതെങ്ങനെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഏത് ഓർഡറിൽ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ മനസ്സിലാക്കാൻ നല്ലത് ഇതാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓർഡറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ താഴെ ട്രാൻസ്പോർട്ട് ലെയർ വരും. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറഞ്ഞാൽ ഈ പാക്കറ്റിനെ ആക്ച്വലി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെ ഡാറ്റയെ ആക്ച്വലി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോൾ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതിനകത്ത് പല ടൈപ്പ് പ്രോട്ടോക്കോൾ വരും. ഇറ്റ് പ്രൊവൈഡ്സ് റിലയബിൾ പ്രോസസ് ടു പ്രോസസ് മെസ്സേജ് ഡെലിവറി എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ നെറ്റ്വർക്ക് വഴി സാധനം ട്രാൻസ്പോർട്ട് ആയിട്ടുണ്ട്, നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ബ്രൗസർ വഴിയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത വേറൊരാളുമായിട്ട് ചാറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത ആളുടെ സിസ്റ്റത്തിലെ ആ കറസ്പോണ്ടിങ് ആപ്ലിക്കേഷനിൽ വേണം കിട്ടുക. അപ്പോൾ അയാളുടെ കമ്പ്യൂട്ടറിൽ ഡാറ്റ കമ്പ്യൂട്ടറിൽ എത്തിയാൽ അത് ഏത് ആപ്ലിക്കേഷനിലാണ് ആ ഡാറ്റ ഡെലിവറി ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ ഇപ്പം വെബ് പേജ് വഴിയാണ് ചാറ്റ് ചെയ്യുന്നതെങ്കിൽ വെബ് പേജ് കാണിക്കണം. നിങ്ങൾ വാട്സാപ്പ് വഴിയാണെങ്കിൽ വാട്സാപ്പിൻ്റെ മെസ്സേജ് അപ്പുറത്തെ സൈഡിൽ എത്തുമ്പോഴും അയാളുടെ വാട്സാപ്പ് എന്ന് പറയുന്ന ആപ്പിൽ വേണം കാണിക്കാൻ. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യുന്നത്. അതിൻ്റെ താഴെ വരുന്നത് നെറ്റ്വർക്ക് ലെയർ ആണ്. നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ടു മൂവ് പാക്കറ്റ് ഫ്രം വൺ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസിലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന പണിയാണ്. പോസ്റ്റ് ഓഫീസിൻ്റെ അഡ്രസ്സ് നോക്കിയിട്ട്, നമ്മുടെ എൻവലപ്പിൻ്റെ അഡ്രസ്സ് നോക്കിയിട്ട് അടുത്ത പോസ്റ്റ് ഓഫീസിലേക്ക് വിടും. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ താഴെയുള്ളത് ഡാറ്റ ലിങ്ക് ലെയർ ആണ്. ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ പറയുന്നത്, ടു ഓർഗനൈസ് ബിറ്റ്സ് ഇൻ ടു ഫ്രെയിം ടു പ്രൊവൈഡ് ഹോപ്പ് ടു ഹോപ്പ് ഡെലിവറി. അതായത് ഇതിനെ ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറയുന്നത് ഇതിനെ വളരെ ചെറിയ ഫ്രെയിംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് 24 ബിറ്റ് അല്ലെ 12 ബിറ്റുള്ള ചെറിയ ഫ്രെയിംസ് ആയിട്ട് കട്ട് ചെയ്യും. അത് ട്രാൻസ്മിഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ വാട്സാപ്പ് വഴി ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ലെയറുമായിട്ട് മാത്രമേ ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ വെബ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ചെയ്തപ്പോൾ നിങ്ങൾ സെഷൻസ് ലെയറുമായിട്ട് ഇൻട്രാക്ഷൻ വന്നു, പ്രസൻറ്റേഷൻ ലെയറുമായിട്ട് ഇൻട്രാക്ഷൻ വന്നു. പ്രസൻറ്റേഷനിൽ ഇത് എങ്ങനെ കാണിക്കണം, എങ്ങനെ ഡാറ്റ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴോട്ടുള്ള ട്രാൻസ്പോർട്ട് ലെയറിൽ വേണ്ടിയ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അത് ഡിപ്ലോമ ലെവലിൽ പഠിക്കാനില്ല. പക്ഷേ നെറ്റ്വർക്ക് ലെയറും ഡാറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചിലപ്പോൾ ഇലക്ട്രോണിക്സുകാർക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ടാകും. കാരണം അത് ഇലക്ട്രോണിക്സ് ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ വരുന്ന സബ്ജക്റ്റാണ് അത്. അപ്പോൾ ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞാൽ ഇതിനെ ഫ്രെയിമായിട്ട് ഡിവൈഡ് ചെയ്യും. ഫ്രെയിമിൽ എറർ കറക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനുണ്ടാവും. പിന്നെ ഏറ്റവും താഴെ ഫിസിക്കൽ ലെയർ വരും. ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത് ഫിസിക്കൽ ലെയറിലാണ്. എന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ 5 വോൾട്ട് സപ്ലൈ കൊടുക്കും. 1ഉം 0യും ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 1 ആണെങ്കിൽ +5 വോൾട്ടും
0 ആണെങ്കിൽ 0 വോൾട്ടും ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് എത്ര +5 ട്രാൻസ്ഫർ ചെയ്യണോ അല്ലെ +3 ട്രാൻസ്ഫർ ചെയ്യണോ, അത് എത്ര സമയം ട്രാൻസ്ഫർ ചെയ്യണോ, ഒരു ബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 സെക്കൻഡ് ആണോ +5 വോൾട്ട് കൊടുക്കേണ്ടത് മുതലായ കാര്യങ്ങൾ അല്ലേ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ ഒരാൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ കൈ പൊക്കി പിടിച്ചിരിക്കുക, കൈ പൊക്കി എത്ര നേരം പിടിക്കണം എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കണ്ടേ. എന്ന് പറഞ്ഞാൽ അതിന് ഒരു 1 ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ 1ന് 5 വോൾട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ആ 5 വോൾട്ട് എത്ര സമയത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം മുതലായ കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ലെയറാണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് 7 ലെയർ ഉള്ളത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും പറഞ്ഞതിൽ? അനുപമ ഓൺലൈൻ ക്ലാസ്സിന് ലേറ്റ് ആണോ? അത് കുഴപ്പമില്ല, എന്തെങ്കിലും കാരണം കാണും. എനിക്കത് ഓക്കെ വെരി ഗുഡ്, നോ പ്രോബ്ലം. അപ്പോൾ അടുത്തത് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട്. അപ്പം ഈ പറഞ്ഞ ISO OSI മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് നമുക്ക് ലൈവായിട്ട് നമ്മൾ ആക്ച്വലി ആ സാധനം അത്രയ്ക്ക് അങ്ങ് യൂസ് ചെയ്യാറില്ല. കാരണം അത്രയും ലെയറിൻ്റെ ആക്ച്വലി പ്രാക്ടിക്കലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ലെയറിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ ചില മോഡലുകളുണ്ട്. അതിൻ്റെ പേരാണ് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട്. TCP/IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. TCP/IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ട്രാൻസ്മിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾ / ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ IP എല്ലാവർക്കും അറിയാവുന്നതാണ്, IP അഡ്രസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ TCP/IPയും കൂടെ കൂടിയിട്ടാണ് സാധാരണ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിൽ the layers of TCP/IP protocol suite do not exactly match those of OSI model. ഇതിൽ 7 ലെയറൊന്നും ഇല്ല, 5 ലെയർ 4 ലെയറും ഒക്കെ ഉള്ളൂ. അത് ആക്ച്വലി ഡിസൈൻ ചെയ്തപ്പം TCP/IP പ്രോട്ടോകോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പം 4 ലെയറേ ഉണ്ടായിരുന്നുള്ളൂ. ആ ലെയറുകളുടെ പേരാണ് ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ, അതിൻ്റെ മേളിൽ ഇൻ്റർനെറ്റ് ലെയർ, അതിൻ്റെ മേളിൽ ട്രാൻസ്പോർട്ട് ലെയർ, അതിൻ്റെ മേളിൽ ആപ്ലിക്കേഷൻ ലെയർ. ഇങ്ങനെ 4 ലെയറുകൾ മാത്രമേ ആദ്യം TCP/IP പ്രോട്ടോകോൾ, എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് നമ്മുടെ ISO OSI മോഡൽ വരുന്നതിന് മുമ്പ് തന്നെ TCP/IP മോഡൽ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്തിട്ട് പറയാം, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അതിന് മുമ്പ് തന്നെ ഈ സാധനം ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റർ ഇവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരു ലെയറും കൂടെ ഒക്കെ ആഡ് ചെയ്തു TCP/IPയിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയറിനെ ഇവർ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്തു. അതിനകത്ത് ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, അങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടാക്കി. അതൊരു എൻഹാൻസ്മെൻറ്റ് വരുത്തിയതാണ്. ആക്ച്വലി TCP/IPയിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. വെൻ TCP is compared to OSI, we can say that TCP/IP protocol is made up of 5 layers. 5 ലെയർ ഉണ്ട്. ആക്ച്വലി 4 ലെയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേര് ഓർത്തിരിക്കുക: ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ, ഇൻ്റർനെറ്റ് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. പിന്നീട് അതിനെ അവരൊന്ന് മോഡേണൈസ് ചെയ്തു കുറച്ചും കൂടെ. അതായത് ISO OSI മോഡലുമായിട്ടൊരു കമ്പാരിസൺ നടത്തി കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി. അപ്പോഴത്തേക്കുള്ള ലെയറുകളുടെ പേരാണ് ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. അതിൽ ആപ്ലിക്കേഷൻ ലെയർ ആദ്യമേ തന്നെ ഉണ്ടായിരുന്നതാണ്, ട്രാൻസ്പോർട്ട് ലെയറും ആദ്യമേ തന്നെ ഉണ്ടായിരുന്നതാണ്, നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ലെയർ തന്നെയാണ്, ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇതിൻ്റെ ഫിഗർ കാണിക്കാം. ഇതാണ് ആക്ച്വലി TCP/IP മോഡലും OSIയും തമ്മിലുള്ള കമ്പാരിസൺ. ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമ്മുടെ ആക്ച്വലി 4 ലെയറേ ഉണ്ടായിരുന്നുള്ളതെന്ന് പറഞ്ഞു. അതിന് ഹോസ്റ്റ് ടു നെറ്റ്വർക്ക് ലെയർ എന്നാണ് ഈ ഇതിൽ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഫിഗറിൽ വരുമ്പോഴത്തേക്കും നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ലെയർ എന്നാണ് അതിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. അത് കുഴപ്പമില്ല, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, ഏത് പേര് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ രണ്ടാമത്തെ ലെയറിന് ഇവിടെ ഇൻ്റർനെറ്റ് ലെയർ എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും അത് നെറ്റ്വർക്ക് ലെയർ എന്നായി. അതും കുഴപ്പമില്ല, അങ്ങനെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഓരോരുത്തർ ഓരോ പേര് വിളിക്കുന്നതാണ്, എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ISO OSI മോഡലിലെ ഡാറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും ചെയ്യുന്ന പരിപാടിയാണ് TCP/IPയിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ലെയർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും പറഞ്ഞു വരുന്നതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷനോ, അല്ലെങ്കിൽ ഇത് ആദ്യം തന്നെ ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു, എന്തിനാണ് ഇതെന്നൊക്കെ അങ്ങനത്തെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഡാറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും ചെയ്യുന്നത്. ഫിസിക്കൽ ലെയർ ചെയ്യുന്ന എന്താ? ആക്ച്വൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുക 0 ഉം 1 ഉം ആയിട്ട്. ഡാറ്റ ലിങ്ക് ലെയർ ചെയ്യുന്ന എന്താ? ഫ്രെയിമായിട്ട് ഡിവൈഡ് ചെയ്യുക,
ഫ്രെയിമിന് എറർ കറക്ഷൻ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുക. നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്ന പരിപാടി എന്തായിരുന്നു? നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്ന പരിപാടി അഡ്രസ്സിൻ്റെ കാര്യങ്ങളാണ്. അഡ്രസ്സ് വായിക്കുക, അടുത്ത സ്ഥലത്തേക്ക് റൗട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ നെറ്റ്വർക്ക് ലെയർ ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്ന ISO മോഡൽ OSI മോഡലിലുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ട്രാൻസ്പോർട്ട് ലെയർ ഇവിടെയുണ്ട്. അപ്പോൾ അവിടുത്തെ ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ലെയറും ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യുന്ന പരിപാടി എന്താണ്? രണ്ട് ആപ്ലിക്കേഷൻ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നടത്തുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന വാട്സാപ്പ് എന്ന് പറയുന്ന ആപ്പും നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന വാട്സാപ്പ് എന്ന് പറയുന്ന ആപ്പും തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത്. ആ ആപ്പുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ചെയ്യുന്നതാണ്. അതായത് ഡിവൈസിൽ ഡാറ്റ എത്തിയാൽ ആ ഡിവൈസിൽ ഏത് ആപ്പിൽ കാണിക്കണം എന്നുള്ള കാര്യം ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ലെയറാണ്. പിന്നെ അതിൻ്റെ മേളിലോട്ടുള്ള ലെയറാണ് സെഷൻസ് ലെയർ, പ്രസൻറ്റേഷൻ ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. ഈ 3 ലെയറും കൂടെ കൂട്ടി നമ്മുടെ TCP/IP അതിന് ആപ്ലിക്കേഷൻ ലെയർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. വീട്ടിൽ അമ്മിക്കല്ലേൽ അരച്ചോണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടോ? അതോ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സിനിമ ഉണ്ടോ? ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടോ? അപ്പോൾ ഇത് ലെയേഴ്സ് ഇൻ TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട്. TCP/IPയുടെ ഫുൾ ഫോം ഓർത്തിരിക്കുക. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോളും ഉണ്ട്, അഡ്രസ്സിന് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളും ഉണ്ട്. രണ്ടും കൂടെ ഒന്നിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏറ്റവും താഴെ ഇത് ഡാറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും കൂടെ ആദ്യം രണ്ടും കൂടെ ഒന്നായിരുന്നെങ്കിലും പിന്നീട് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറും സെപ്പറേറ്റ് വന്നു. അതിൻ്റെ മേളിൽ നെറ്റ്വർക്ക് ലെയർ ഉണ്ട്. നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നതാണ് ഈ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. IP അഡ്രസ്സ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നെറ്റ്വർക്കാണ്. ട്രാൻസ്പോർട്ട് ലെയർ ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് ഓരോ ആപ്ലിക്കേഷൻ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് റിലയബിളും UDPയും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്. അന്നേരം അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആപ്ലിക്കേഷൻ പ്രസൻറ്റേഷൻ സെഷൻസ് ലെയറിൽ വരുന്ന കാര്യങ്ങൾ പ്രോട്ടോക്കോളാണ്. FTP, HTTPS, DNS, NFS അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഈ ഫിഗർ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. പക്ഷേ ഈ ഫിഗർ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക, രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ഓർത്തിരിക്കുക. അപ്പോൾ അടുത്തത് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ടിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് ISO OSI മോഡലിൻ്റെ പ്രോട്ടോകോൾ സ്യൂട്ട് കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് TCP/IPയുടെ വളരെ എളുപ്പമാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത ഉള്ള ഓരോ ലെയറിലും വരുന്ന പ്രോട്ടോക്കോളും കാര്യങ്ങളും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും. TCP/IP ഈസ് എ ഹൈറാർക്കിക്കൽ പ്രോട്ടോക്കോൾ. സാധാരണ മിക്ക പ്രോട്ടോക്കോളും പോലെ ഹൈറാർക്കിക്കൽ പ്രോട്ടോക്കോളാണ്. മെയ്ഡപ്പ് ഓഫ് ഇൻട്രാക്റ്റീവ് മൊഡ്യൂൾസ് ഈച്ച് ഓഫ് വിച്ച് പ്രൊവൈഡ് സ്പെസിഫിക് ഫംഗ്ഷനാലിറ്റി. നമ്മൾ ISO OSI മോഡൽ പഠിച്ചപ്പോഴും പറഞ്ഞു പല ലെയറുകളുണ്ട്. അതിനകത്ത് ഓരോ ലെയറിനും ഓരോ ഫംഗ്ഷനാലിറ്റി ഉണ്ട്. അത് തമ്മിൽ കണക്ഷനുമാണ്. ഒരു ലെയർ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അതായത് പ്രിൻസിപ്പാൾ ഇന്ന ലെറ്റർ അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ടൈപ്പിസ്റ്റ് അത് ടൈപ്പ് ചെയ്ത് ലെറ്ററിലാക്കി അതിന് ശേഷം നമ്മുടെ അടുത്തിരിക്കുന്ന ക്ലർക്ക് അത് അപ്പം തന്നെ അതിൽ വേണ്ടിയ മേമ്പടികളൊക്കെ ചേർത്തു. ടു ആർക്കാണ്, ഫ്രം ആർക്കാണ്, അതിൽ ലെറ്ററും പ്രിൻസിപ്പാളിൻ്റെ സീല് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ പരിപാടി ചെയ്തു. അതിനുശേഷം അത് എൻവലപ്പിനകത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നെറ്റ്വർക്ക് ലെയറിലായി. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് എഴുതണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാം തമ്മിൽ റിലേറ്റഡ് ആണ്. ഒരാൾ ആ പരിപാടി ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ അതിലാണ് അടുത്തയാൾ പുതിയ എൻഹാൻസ്മെൻറ്റ് വരുത്തുന്നത്. അങ്ങനെ എല്ലാ ലെയറും തമ്മിൽ കണക്റ്റഡ് ആണ്. The layer of the TCP/IP protocol suite contains relatively independent protocol. ഇതിൽ ഓരോ ലെയറിനും റിലേറ്റീവ്ലി ഇൻഡിപെൻഡൻറ്റ് പ്രോട്ടോക്കോളാണ്. എന്നാൽ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെയറിലെ പ്രോട്ടോക്കോളിന് അതിൻ്റെ മേളത്തെ പ്രോട്ടോക്കോളുമായി പ്രത്യേകിച്ച് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രത്യേകിച്ച് യാതൊരു ബന്ധവും ഇല്ലെന്നല്ല, വലിയ ബന്ധമില്ലെന്നാണ്. റിലേറ്റീവ്ലി ഇൻഡിപെൻഡൻറ്റ്. The term hierarchical means that each upper level protocol is supported by one or more levels of protocol. Each upper layer protocol hierarchical എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓരോ അപ്പർ ലെയർ പ്രോട്ടോകോൾ ഈ സപ്പോർട്ടഡ് ബൈ വൺ ഓർ മോർ ലോവർ ലെവൽ പ്രോട്ടോകോൾ. അതായത് ഓരോ മേളിലോട്ടുള്ള ലെയർ ചെല്ലുമ്പോഴുള്ള ഓരോ പ്രോട്ടോക്കോളും അതിൻ്റെ താഴെ വരുന്ന ഓരോ ലെയറിലെ പല പ്രോട്ടോക്കോളുമായിട്ട് ബന്ധം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ആദ്യത്തെ ലെയർ ഫിസിക്കൽ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ ആണ്. ഇത് ഒന്നായിട്ടും രണ്ടായിട്ടും വേണമെങ്കിൽ പറയാം. കാരണം ആദ്യം ഇറങ്ങിയ TCP/IP മോഡലിൽ ഫിസിക്കൽ ലെയറും ഡാറ്റ ലിങ്ക് ലെയറും കൂടെ ഒറ്റ ലെയറായിരുന്നു. അപ്പോൾ അത് ഒന്നിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പ്രോട്ടോക്കോൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നോ സ്പെസിഫിക് പ്രോട്ടോക്കോൾ ഈസ് ഡിഫൈൻഡ് അറ്റ് ദിസ് ലെയർ.
Rather, TCP/IP model supports all the standard proprietary protocols. TCP/IP ഒരു പ്രത്യേകിച്ച് അതായത് ഫിസിക്കൽ ലെയറിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ലെവലിൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഫിസിക്കലി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോട്ടോക്കോളുകളും ഇത് പാലിക്കുന്നുണ്ട്. അതായത് ഇപ്പം ചിലപ്പം മോഡുലേഷൻ നടക്കുന്നുണ്ടാവും, ഡീമോഡുലേഷൻ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ടൈം ഷെയറിങ് നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഷെയറിങ് നടക്കുന്നുണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് നടക്കുന്നുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇത് TCP/IP സപ്പോർട്ട് ചെയ്യും. For instance, a network in TCP/IP inter-network can be local area network or wide area network. ഇത് ലോക്കൽ ഏരിയ, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പം TCP/IP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ലാനിലാവാം, അല്ലെങ്കിൽ വാനിലാവാം, അല്ലെങ്കിൽ മാനിലാവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഫിസിക്കൽ ലെയറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ട കാര്യമില്ല. അതിൽ സാധാരണ ഫിസിക്കൽ ലെയറിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രോട്ടോക്കോളും സപ്പോർട്ട് ചെയ്യും. അത് ഇലക്ട്രോണിക്സ് ആയിട്ട് വരുന്ന ഡീറ്റെയിൽസ് ആയതുകൊണ്ടാണ് നമ്മുടെ സിലബസിൽ അത് കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാനില്ലാത്തത്. അതിൻ്റെ തൊട്ട് മേടി വരുന്ന ലെയറാണ് നെറ്റ്വർക്ക് ലെയർ, അല്ലെങ്കിൽ ഇൻ്റർ നെറ്റ്വർക്ക് ലെയർ എന്ന് പറയും. ഇൻ്റർ നെറ്റ്വർക്ക് ലെയർ. TCP/IP അറ്റ് ദിസ് ലെയർ സപ്പോർട്ട്സ് ദ ഇൻ്റർ നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ, അല്ലെങ്കിൽ IP പ്രോട്ടോകോൾ. ഇൻ്റർ നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ എന്നും പറയും, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ എന്നും പറയും. രണ്ടും ഒന്നാണ്, IP ആണ് രണ്ടും. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ഇത് IP നിങ്ങൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അത് ഒരു 32 ബിറ്റ് അഡ്രസ്സാണ്. 192.168.1.1 എന്നൊക്കെ പറയുന്ന 8 ബിറ്റ് വീതമുള്ള 8x4 32 ബിറ്റ്സ് ഉള്ള ഒരു അഡ്രസ്സാണ്. ഓരോ കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിനും ഒരു യൂണീക്ക് അഡ്രസ്സ് കാണും. ആ അഡ്രസ്സിനാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അത് എസെൻഷ്യലി പറഞ്ഞാൽ നമ്മുടെ ലെറ്ററിൻ്റെ പുറത്ത് അഡ്രസ്സ് എഴുതുന്ന പോലെയാണ് ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ചെയ്യുന്നത്. എൻവലപ്പിന് പുറത്ത് നമ്മൾ അഡ്രസ്സ് എഴുതുന്ന പോലെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മുടെ IP അഡ്രസ്സും അവരുടെ IP അഡ്രസ്സും തമ്മിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. നമ്മൾ ഒരു https:/facebook.com ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും, ഞാൻ വെബ് പ്രോഗ്രാമിംഗ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നതാണ്, ആ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ പോയിട്ട് facebook.com കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ IP അഡ്രസ്സിലേക്കാണ് റിക്വസ്റ്റ് പോകുന്നത്. അപ്പോൾ അഡ്രസ്സായിട്ട് ഉപയോഗിക്കുന്നത് IP അഡ്രസ്സാണ്. അതാണ് നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്ന പരിപാടിയാണ് ആ പറഞ്ഞത്. There are some other protocols that support data movement in this layer, including ഇത് പല പ്രോട്ടോക്കോളുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് വരും. ARP, RAMP, ICMP എന്നൊക്കെ പറയുന്ന പ്രോട്ടോക്കോളുകളുണ്ട്. അതിലേക്ക് വരാം. അതിൽ ആദ്യത്തേതാണ് ഇൻ്റർനെറ്റ് വർക്കിംഗ് പ്രോട്ടോക്കോൾ. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, അല്ലാത്തതും പ്രോട്ടോക്കോളുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിനെ പറ്റി പറഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ പറ്റിയും പറയാം. ഇൻ്റർനെറ്റ് വർക്കിംഗ് പ്രോട്ടോക്കോൾ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോക്കോൾ ഫോർ TCP/IP നെറ്റ്വർക്ക് സ്റ്റാക്ക്. TCP/IPയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഇംപ്ലിമെൻറ്റ്സ് ഇൻ്റർ നെറ്റ്വർക്കിംഗ്. രണ്ട് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ്. കാരണം അഡ്രസ്സ് ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇത് വെച്ചാണ്. IP ഈസ് ആൻ അൺറിലയബിൾ ആൻഡ് കണക്ഷൻലെസ് പ്രോട്ടോക്കോൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. IP ഈസ് അൺറിലയബിൾ ആണെന്ന് പറഞ്ഞാൽ അതിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ഇവിടുന്ന് വേറൊരു IP അഡ്രസ്സിലേക്ക് രണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ ആദ്യം ഒരു കമ്മ്യൂണിക്കേഷനും അത് കഴിഞ്ഞ് മറ്റൊരു കമ്മ്യൂണിക്കേഷനും ആയിരിക്കും നടക്കുന്നത്. പക്ഷേ കിട്ടുന്ന എൻഡിൽ ചിലപ്പോൾ ഞാൻ രണ്ടാമത് അയച്ച പാക്കറ്റ് ആയിരിക്കും ആദ്യം കിട്ടുന്നത്, അല്ലെങ്കിൽ ആദ്യം അയച്ച പാക്കറ്റ് രണ്ടാമതായിരിക്കും എത്തുക. അപ്പോൾ അതാണ് അൺറിലയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഡറിനെ നമുക്ക് റിലേ ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി ലെറ്റർ അയച്ചാലും സംഭവിക്കുന്നത് അത് തന്നെയാണ്. പോസ്റ്റ് ഓഫീസ് വഴി ലെറ്റർ അയക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞ് അയക്കുന്ന ലെറ്ററും ഇന്ന് അയക്കുന്ന ലെറ്ററും ചിലപ്പോൾ ഒന്നിച്ചായിരിക്കും ഒരു ദിവസം പോസ്റ്റ്മാൻ കൊണ്ട് കൊടുക്കുന്നത്. അതാണ് അൺറിലയബിൾ എന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ കിട്ടില്ല അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നല്ല ഉദ്ദേശിച്ചത്. ക്ലിയർ ആണോ? അൺറിലയബിൾ ഞാൻ ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞേക്കോ. ക്ലാസ് എന്നോ കണക്ഷൻ അൺറിലയബിൾ ആൻഡ് കണക്ഷൻ ലെസ് ആണ്. കണക്ഷൻ ലെസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളോട് ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്തിന് പോകുന്ന എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു. ഇവിടുന്ന് തിരുവനന്തപുരത്തിന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു കാറ് ബുക്ക് ചെയ്തിട്ട് നേരെ കാറിൽ കയറി തിരുവനന്തപുരം പോകാം. അല്ല എങ്കിൽ ഇവിടുന്ന് HMT ജംഗ്ഷനിൽ പോയി നിന്ന് വൈറ്റിലേക്കുള്ള ബസ്സിൽ കയറി വൈറ്റില ഇറങ്ങി വൈറ്റിലേന്ന് ആലപ്പുഴ ബസ്സിൽ കയറി ആലപ്പുഴ ഇറങ്ങി ആലപ്പുഴയിൽ നിന്ന് കൊല്ലം ബസ്സിൽ കയറി കൊല്ലത്തിറങ്ങി കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം ബസ്സിൽ കയറി അങ്ങനെ പോവാം. ഇതിൽ രണ്ടാമത് പറഞ്ഞതാണ് കണക്ഷൻ ലെസ്. അതായത് ഒരു കണക്ഷൻ ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ അങ്ങ് തുടങ്ങും. കമ്മ്യൂണിക്കേഷനിൽ ഡാറ്റ പോകുന്ന വഴിക്ക് അവന് സൗകര്യമുള്ള സ്ഥലത്തൂടെയൊക്കെ പോകും. വൈറ്റിൽ പോയി നിൽക്കുമ്പോൾ അവന് തോന്നുവാണ് കോട്ടയം വഴി പോയേക്കാം എന്ന് തോന്നുവാണെങ്കിൽ കോട്ടയം ബസ്സിൽ കയറും, ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങും, തിരുവല്ലയിൽ ഇറങ്ങും, കൊട്ടാരക്കര ഇറങ്ങും, അങ്ങനെ അങ്ങ് പോകാൻ വേണമെങ്കിൽ.
അല്ലെങ്കിൽ വൈറ്റിൽ ചെന്ന് നിൽക്കുമ്പോൾ ആലപ്പുഴ ബസ് വന്നാൽ ആലപ്പുഴ ബസ്സിൽ കയറി അങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ എങ്ങനെ വേണേലും പോവാം. അതാണ് കണക്ഷൻ ലെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ അൺറിലയബിൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണക്ഷൻ ലെസ് അല്ലാതെ കണക്ഷൻ ഓറിയൻറ്റഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമേ തന്നെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതായത് ഒരു ടാക്സിക്കാരനെ വിളിക്കും, ടാക്സിക്കാരനോട് പറയും എനിക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് പറയും. പിന്നെ ഒന്നും നോക്കണ്ട, അതേ കയറിയിരിക്കുക, ഒറ്റ ഉറക്കം ഉറങ്ങുക, തിരുവനന്തപുരം എത്തുക, അവിടുന്ന് മസാല ദോശ കഴിക്കുക, തിരിച്ചു പോരുക, അല്ലേ? അതാണ് കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ. കണക്ഷൻ ലെസ് എന്ന് പറഞ്ഞാൽ ആദ്യമേ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടല്ല യാത്ര തുടങ്ങുന്നത്. യാത്ര തുടങ്ങിയതിന് ശേഷം ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവിടുന്ന് സൗകര്യമുള്ള വഴിക്ക് മുമ്പോട്ട് പോകും. രണ്ടും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ബെസ്റ്റ് എഫേർട്ട് ഡെലിവറി, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. IP ഈസ് അൺറിലയബിൾ ആൻഡ് കണക്ഷൻലെസ് പ്രോട്ടോക്കോൾ എ ബെസ്റ്റ് എഫേർട്ട് ഡെലിവറി. ബെസ്റ്റ് എഫേർട്ട് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പരാധീനതകളൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ അത്ര അൺറിലയബിൾ ഒന്നും അല്ല. മിക്കവാറും അവൻ ഓർഡറിലൊക്കെ തന്നെ എത്തിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ കണക്ഷൻ ലെസ് ആണെങ്കിലും ഇവൻ കണക്ഷനൊക്കെ കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് യൂസ്ഫുൾ ആയിട്ട് പോകും. അതായത് ബെസ്റ്റ് എഫേർട്ടാണ്. ഈ പറഞ്ഞ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും അവനെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഡെലിവറി നടത്തും. അതുകൊണ്ട് അതാണ് ബെസ്റ്റ് എഫേർട്ട് ഡെലിവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ഹോസ്റ്റ് ടു ഹോസ്റ്റ് പ്രോട്ടോക്കോളാണ്. അതായത് ഹോസ്റ്റിൽ നിന്ന് ഹോസ്റ്റിലേക്ക്, അതായത് സെൻഡ് ചെയ്യുന്ന ആളിൽ നിന്ന് റിസീവറുടെ അടുത്തേക്ക്. സെൻഡ് ചെയ്യുന്ന ആൾ ഒരു ഹോസ്റ്റാണ്, റിസീവ് ചെയ്യുന്ന ആൾ വേറൊരു ഹോസ്റ്റാണ്. രണ്ടും തമ്മിൽ ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. IP ട്രാൻസ്പോർട്ട്സ് ഡാറ്റ ഇൻ പാക്കറ്റ്സ് കോൾഡ് ഡാറ്റാഗ്രാംസ്. ഈ IP അഡ്രസ്സ് എഴുതുമ്പോൾ നമ്മൾ എൻവലപ്പുകളല്ലേ, ഓരോ എൻവലപ്പിലല്ലേ അഡ്രസ്സ് എഴുതി വിടുന്നത് എന്ന് പറഞ്ഞ പോലെ IP അഡ്രസ്സ് എഴുതി വിടുന്നത് നമ്മുടെ ഓരോ ഡാറ്റാഗ്രാം എന്ന് പറഞ്ഞാൽ എൻവലപ്പ് പോലെയുള്ള ഓരോ സാധനമാണ് ഡാറ്റാഗ്രാം. അതിൽ കൂടെ ആയിരിക്കും ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഡാറ്റാഗ്രാം പാക്കറ്റ്സ് ആണ്. എൻവലപ്പ് നമ്മൾ അയച്ചു കൊടുക്കുന്ന പോലെ ഡാറ്റാഗ്രാം പാക്കറ്റ്സിലായിരിക്കും IP അഡ്രസ്സ് പോകുന്നത്. നെറ്റ്വർക്കിംഗ് അല്ലെ IP പ്രോട്ടോക്കോളിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട്? IPയിൽ ഇത്രയും മാത്രമല്ല വരുന്നത്, IPയുടെ സ്ട്രക്ചറൊക്കെ പഠിക്കാനുണ്ടാവും. അത് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ടേംസിൽ പറ്റുന്നില്ല. IPയെ പറ്റി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതല്ലേ? IPയെ പറ്റി ഏതെങ്കിലും ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണോ? 32 ബിറ്റ് അഡ്രസ്സൊക്കെ ഉള്ള 192 168 എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറീസ് ഓഫ് IP അഡ്രസ്സൊക്കെ CNEയിൽ പഠിച്ചതാ അല്ലേ? അതുകൊണ്ടായിരിക്കും അത് ഇവിടെ ഇല്ലാത്തത്. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതും IPയിൽ വരുന്നതാണ്. പക്ഷേ IPയിൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. അപ്പം മറ്റേത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ലെയറിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രോട്ടോക്കോൾ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. രണ്ടാമത്തേത് പിന്നെ അതാണ് ഏറ്റവും മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിലേക്കാണ് അടുത്തായിട്ട് പോകുന്നത്. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ, ARP എന്ന് പറയും. അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. ഇതൊക്കെ ജസ്റ്റ് അതിൻ്റെ ഒരു ഏകദേശം വർക്കിംഗ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇറ്റ് ഈസ് യൂസ് ടു ഡിഫൈൻ ദ ഫിസിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. നിങ്ങൾ കമ്പ്യൂട്ടർ അല്ല ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർ വൈഫൈ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ കൊണ്ട് വയർ കുത്തുന്ന ഒരു സ്ലോട്ട് ഉണ്ടാവും. നിങ്ങൾ ട്രിമ്മിങ് ചെയ്തതല്ലേ, കേബിൾ ട്രിം ചെയ്തിട്ട് അതൊരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിൽ കൊണ്ട് കുത്തും. NIC എന്ന് പറയുന്ന ഒരു കാർഡിൽ കുത്തും. അതിനൊരു ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ട്രിം ചെയ്ത ലാൻ കേബിൾ ട്രിം ചെയ്തിട്ട് ലാൻ പോർട്ടിൽ കൊണ്ട് കൊട്ടത്തില്ലേ? ആ ലാൻ പോർട്ടിന് പറയുന്ന പേരാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, NIC എന്ന് പറയുന്നത്. ലാപ്ടോപ്പിൽ ആ കാർഡ് ഉണ്ടാവും, കമ്പ്യൂട്ടറിലാണെങ്കിൽ ആ കാർഡ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിനൊരു അഡ്രസ്സ് കാണും, ഫിസിക്കൽ അഡ്രസ്സ് കാണും. ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ ഫിസിക്കൽ അഡ്രസ് ഓഫ് ദ നോഡ് ആഫ്റ്റർ ഇറ്റ്സ് നെറ്റ്വർക്ക് അഡ്രസ് ഈസ് നോൺ. നെറ്റ്വർക്ക് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ IP അഡ്രസ്സാണ്. IP അഡ്രസ്സ് ഉണ്ടെങ്കിൽ IP അഡ്രസ്സ് കിട്ടി. അപ്പോൾ IP അഡ്രസ്സ് കിട്ടിയപ്പോൾ നമ്മുടെ കോളേജിൻ്റെ IP അഡ്രസ്സ് കിട്ടി. അപ്പോൾ കോളേജിൻ്റെ IP അഡ്രസ്സിൽ വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിന് ഒരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡുണ്ട്. അതുവഴിയാണ് എനിക്ക് ആക്സസ് കിട്ടുന്നത്. ആ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ ഉപയോഗിക്കുന്നത്. ലോജിക്കൽ അഡ്രസ് വിത്ത് എ ഫിസിക്കൽ അഡ്രസ്, ഇത് ഒറ്റ സെൻറ്റൻസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാപ്പിംഗ് ഓഫ് ലോജിക്കൽ അഡ്രസ് ടു ഫിസിക്കൽ അഡ്രസ്. അതായത് IP അഡ്രസ് എന്ന് പറയുന്ന ഒരു ലോജിക്കൽ അഡ്രസ്സാണ്. അതിൻ്റെ ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ്സാണ് ഈ പറഞ്ഞ NICയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്താ പറയാൻ പറ്റുന്നത്?
ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി എന്താ പറയുക, ഫിസിക്കൽ അഡ്രസ്സാണ് ആക്ച്വലി ഉള്ളത്. അതായത് നമ്മുടെ വീടിൻ്റെ ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. വീടിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ സ്ഥലം യഥാർത്ഥത്തിലുള്ളതാണ്, അതാണ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇന്നയാളെന്നൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫിസിക്കൽ അഡ്രസ്സ് ടു ലോജിക്കൽ അഡ്രസ്സ് മാപ്പിംഗ് നടത്തുന്ന പ്രോട്ടോക്കോളിനാണ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ഒരു ഇതെടുക്കുമ്പോൾ എന്താ പറയുന്നത്, കോളേജിൻ്റെ ലേക്ക് ഒരു നെറ്റ്വർക്ക് കണക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ BSNL വന്ന് നമുക്ക് കണക്ഷൻ തരുമ്പോൾ BSNL നമുക്കൊരു IP അഡ്രസ്സ് തന്നിട്ടുണ്ടാവും. ഇൻറ്റേർണലി ആ IP അഡ്രസ്സിലേക്ക് പല കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പല കമ്പ്യൂട്ടറുകളുടെ അഡ്രസ്സ് ഈ IP അഡ്രസ്സിൽ നിന്നും കണ്ടുപിടിക്കുന്ന പരിപാടി, അതാണ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. മുമ്പേ പറഞ്ഞ സാധനം റിവേഴ്സ് ഗിയറിലിട്ട് ഓടിക്കുന്നതാണ്, വ്യത്യാസമൊന്നുമില്ല. വണ്ടി അത് തന്നെയാണ്, സെയിം ആണ്. അതായത് തിരിച്ചുള്ള പരിപാടി. ആക്ച്വൽ ലോജിക്കൽ അഡ്രസ്സ് ഇപ്പം ഫിസിക്കൽ അഡ്രസ്സ്, എൻ്റെ ഫിസിക്കൽ അഡ്രസ്സിൽ നിന്ന് ഞാനൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുവാണ്. അപ്പോൾ അത് ഏത് ലോജിക്കൽ അഡ്രസ്സിലേക്ക് പോകണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഇത് സാധാരണ യൂസ് ചെയ്യുന്ന ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ്. ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുമ്പം ആ കമ്പ്യൂട്ടറിന് അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് മാത്രമേ അറിയത്തുള്ളൂ. നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം കുറച്ച് ഇനീഷ്യൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു IP അഡ്രസ്സും തമ്മിലുള്ള മാച്ചിങ് നടത്തും. അതാണ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. നേരത്തെ നടന്നിരുന്നത് തിരിച്ചാണ്. അതായത് IP അഡ്രസ്സിൽ നിന്ന് ആ IP അഡ്രസ്സ് ഫിസിക്കലി എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോജിക്കൽ അഡ്രസ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ആ അഡ്രസ്സ്. റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ. ഇനി നെറ്റ്വർക്ക് ലെയറിൽ പിന്നെയും കുറച്ചും കൂടെ പ്രോട്ടോക്കോളുകളുണ്ട്. അതിൻ്റെ ഒരെണ്ണമാണ് ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ, ICMP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഹോസ്റ്റ് ആൻഡ് ഗേറ്റ്വേസ് ടു സെൻഡ് നോട്ടിഫിക്കേഷൻസ് ഓഫ് ഡാറ്റാഗ്രാം പാക്കറ്റ്സ് പ്രോബ്ലംസ് ബാക്ക് ടു ദ സെൻറ്റർ. അതായത് നമുക്ക് ഇപ്പോൾ IP അഡ്രസ്സ് വഴി ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഡാറ്റാഗ്രാംസ് ആയിട്ടാണ് ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ ഡാറ്റാഗ്രാം ആയിട്ടാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതായത് ഒരു എൻവലപ്പ് എന്ന് പറയുന്ന പോലെയാണ് ഒരു ഡാറ്റാഗ്രാം എന്ന് പറയുന്നത്. ആ എൻവലപ്പിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ഇപ്പം ഞാൻ മുമ്പത്തെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ ഇവിടുന്ന് പോസ്റ്റ് ഓഫീസിൽ ലെറ്റർ ഇട്ടു. അപ്പോൾ ഇവിടുന്ന് ചിലപ്പോൾ അത് എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലെത്തി. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിൽ എത്തിക്കഴിഞ്ഞായിരിക്കും അത് തിരുവനന്തപുരത്തിന് ഉള്ള യാത്ര തുടങ്ങുന്നത്. അപ്പോൾ എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിൽ എത്തുമ്പോഴത്തേക്കും ആ എൻവലപ്പ് കീറിപ്പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കീറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തിരിച്ച് അത് അയച്ചവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കും, സെൻറ്ററിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കും. അത് പ്രത്യേകിച്ച് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ എറർ ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. അതിൻ്റെ പേരാണ് ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഹോസ്റ്റ്സ് ആൻഡ് ഗേറ്റ്വേസ്. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യുന്ന എൻഡിലെ സിസ്റ്റം ആയിരിക്കും. ഗേറ്റ്വേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കുള്ള സ്വിച്ചുകളും റൗട്ടറുകളും ഒക്കെ ആവാം. ടു സെൻഡ് നോട്ടിഫിക്കേഷൻസ് ഓഫ് ഡാറ്റാഗ്രാം പ്രോബ്ലംസ് ബാക്ക് ടു ദ സെൻറ്റർ. ഡാറ്റാഗ്രാമിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സെൻറ്ററെ തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ്. അടുത്ത ലാസ്റ്റത്തെ അതിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോള് ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോക്കോൾ. ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോക്കോൾ IGMP എന്ന് പറയും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് ദ സൈമൾട്ടേനിയസ് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് ടു എ ഗ്രൂപ്പ് ഓഫ് റെസിപ്പിയൻസ്. അതായത് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്ന പോലെ, അതായത് ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇടുകയാണ്, എല്ലാ ഫ്രണ്ട്സും കണ്ടോട്ടെ എന്ന് വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാവരും കണ്ടോട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതെന്താണ്, ആ കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും പോകണം. അങ്ങനത്തെ ഒരു ഗ്രൂപ്പായിട്ടുള്ള കുറേ പേർക്ക് 1-to-1 കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ബ്രോഡ്കാസ്റ്റ് ചെയ്തൊരു കാര്യം അറിയിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോക്കോൾ. അപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങളൊരു പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ പ്രൈവസി സെറ്റിംഗ് കൊടുക്കുകയാണ്, ഓൺലി ഫ്രണ്ട്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാ അഡ്രസ്സുകളിലേക്ക് മാത്രമേ അത് ഡെലിവറി ചെയ്യത്തുള്ളൂ. അതിനാണ് ഇൻ്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോക്കോളിന് അയച്ചേക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് ദ സൈമൾട്ടേനിയസ് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജസ് ടു എ ഗ്രൂപ്പ് ഓഫ് റെസിപ്പിയൻസ്. അപ്പോൾ അത്രയാണ് നെറ്റ്വർക്ക് ലെയറിൽ വരുന്നത്. അടുത്തത് ട്രാൻസ്പോർട്ട് ലെയറാണ്. ട്രാൻസ്പോർട്ട് ലെയർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചത് TCP/IP പ്രോട്ടോക്കോളാണ്. TCP/IP പ്രോട്ടോക്കോളിൽ ഏറ്റവും
താഴെ വരുന്നത് ഫിസിക്കൽ ആൻഡ് ഡാറ്റ ലിങ്ക് ലെയർ ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് പ്രോട്ടോക്കോൾ ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യും. അതിൻ്റെ തൊട്ട് മേളിൽ വരുന്ന നെറ്റ്വർക്ക് ലെയറിലാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വരുന്നത്. IP എന്താണെന്ന് പഠിച്ചു. പിന്നെ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോൾ, റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോക്കോളും ICMPയും IGMPയും ഉണ്ട്. ഇത് ICMPയും IGMPയും ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നിരുന്നാലും ടെക്സ്റ്റിലും സിലബസിലും ഒക്കെ അത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങളതൊന്ന് ഓർത്തിരിക്കുക. എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഇത്ര നേരം പഠിപ്പിച്ചതിൽ?